ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോടുകൂടെ വസിക്കുവാനും നടക്കുവാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും പാപത്തെ കീഴടക്കേണ്ടതായിട്ടുണ്ട്. അതിനായി എങ്ങനെ പാപത്തെ കീഴടക്കണമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം മനസ്സിലാക്കിയേ തീരൂ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കണ്ണുകളിലൂടെയുള്ള പാപവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങളും ഒരു വ്യക്തിക്ക് പാപത്തോടുള്ള മനോഭാവം അല്ലെങ്കിൽ പാപത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കണ്ണുകളിലൂടെയുള്ള പാപത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുൻപുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള 2 വീഡിയോകൾ നിങ്ങളൊന്ന് കേട്ടാൽ നല്ലതായിരിക്കും. കാരണം ഒരുപാട് പ്രിയപ്പെട്ടവർ പുതുതായിട്ട് വീഡിയോകൾ കാണുന്നു, അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 2 ഭാഗങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് കണ്ണുകൾ എങ്ങനെ പാപത്തിന്റെ വാതിലാകുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. 2 പാപത്തിൽ രസിക്കുന്ന ചിലരെ കുറിച്ച് അന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ സന്ദേശം പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മൂന്നാമത്തെ അടുത്തൊരു ഭാഗം കൂടെ ഉണ്ടാകുമെന്ന്. ചിലരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ചെയ്യണമെന്നുള്ളത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഒരുങ്ങുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് തെറ്റുകളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ഈ കാര്യത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം സമീപനം എന്ന് എന്നോട് ചോദിച്ചാൽ, തിരുവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവത്തിൻ്റെ അതേ സമീപനമായിരിക്കണം ഈ കാര്യത്തോട് ഒരു ദൈവഭക്തന് ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ കർത്താവ് അതിനെ എങ്ങനെ കാണുന്നു, അതേ കാഴ്ചപ്പാടാണ് ആ കർത്താവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഉണ്ടാകേണ്ടത്. എന്താണ് കർത്താവിൻ്റെ കാഴ്ചപ്പാട്? 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. അതിൽ ഒന്ന് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകളെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിർമ്മല ദൃഷ്ടിയുള്ള കണ്ണുള്ളവനായ ദൈവം, പാപം കണ്ടുകൂടാതെ വണ്ണം അല്ലെങ്കിൽ അകൃത്യം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടി ഉള്ളവനായ ദൈവം. അപ്പൊ ദൈവത്തിന്റെ കണ്ണുകളെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് അകൃത്യവും പാപവും മ്ലേച്ഛതയും ഒന്നും കാണാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നോക്കാൻ ആഗ്രഹിക്കാത്ത കണ്ണുകൾ ഉള്ളവനാണ് നമ്മുടെ ദൈവം. ഇതേ കണ്ണുകളായിരിക്കണം നമുക്കും ഉണ്ടാകേണ്ടുന്നത്, ഇതേ മനോഭാവമായിരിക്കണം നമുക്കും ഉണ്ടാകുന്നത്. 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഒരു സങ്കീർത്തനത്തിലെ വാക്യമാണ്. ആ വാക്യം 97-ന്റെ 10-ാമത്തെ വാക്യം, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുക. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ഏതൊരു വ്യക്തിയും ദോഷത്തെ വെറുക്കണം. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമുക്കുണ്ടാകേണ്ടുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ആഴമായ ചിന്തകളിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് മാത്രമല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കണം എന്നുള്ളതാണ്. അതിന് തെളിവായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്യമാണ്, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, ഭൂമിയിലെ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ബോധിച്ച പ്രകാരം കുറെ കാലം മക്കളെ ശിക്ഷിക്കുമ്പോൾ നമ്മെ ദൈവം ശിക്ഷിക്കുന്നത് അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ടാണ്. അപ്പം ഈ വിശുദ്ധ ജീവിതം വിട്ട് ഒരു കാര്യം വേദപുസ്തകത്തിൻ്റെ അകത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സ്വയം ഒരുക്കപ്പെടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. കഴിഞ്ഞ നാളുകളിൽ ഉപരിയായി പോകുന്നിടത്തെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, നീ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കണം, പാപത്തെക്കുറിച്ച് പ്രസംഗിക്കണം, അതിനുള്ള അവസരങ്ങൾ ഞാൻ നിനക്ക് ഒരുക്കി തരും. അതിനുശേഷം ഒരുപാട് ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള വഴികൾ, അനേകരോട് ദൈവവചനം പറയാനുള്ള അവസരം കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. അപ്പോൾ നമ്മൾ ഈ പാപത്തെക്കുറിച്ചുള്ള കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപിലത്തെ ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ ആ വാക്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ്.
ആ വാക്യത്തിന്റെ ആഴം ഭയങ്കരമാണ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ടിട്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവരും ആയവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇതാരെക്കുറിച്ചാണ് എന്നുള്ളത്. പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം മുഴുവനും നിങ്ങൾ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി ഒന്ന് വായിച്ച് ധ്യാനിക്കുക. അതിൻ്റെ അകത്ത് ഒരു 10-15 കൂട്ടത്തിലധികം കാര്യങ്ങളുള്ള നേതാക്കന്മാരെ കാണാൻ പറ്റും. കള്ളപ്രവാചകന്മാർ, ലീഡർഷിപ്പിലുള്ളവർ. ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, പാപം കണ്ടിട്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ. അന്ന് ആ സന്ദേശം പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വ്യഭിചാരിണിയെ കണ്ടി രസിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ അല്ലെങ്കിൽ ലോകത്തിന്റെ ചിന്ത ഇതെല്ലാം ആസ്വദിക്കാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ദൈവമക്കൾ ഈ കാര്യത്തിൻ്റെ അകത്ത് കൃത്യമായ വചനം നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. ദൈവം നമ്മെക്കുറിച്ച് ഈ കാര്യത്തിൻ്റെ അകത്ത് ദൈവം നമുക്കുണ്ടാകേണ്ടുന്ന നമ്മുടെ ആ മനോഭാവത്തിന്റെ വ്യത്യസ്തത ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാനത് കൃത്യമായിട്ട് നിങ്ങളിലേക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. കുറച്ചു പേരിലേക്കെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അത് നൽകി തരട്ടെ. പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യന്റെ കണ്ണിന് ഒരിക്കലും തൃപ്തി വരുന്നില്ല. കണ്ടിട്ടും തൃപ്തി വരാത്ത വണ്ണം ദൈവത്തിന് സ്തോത്രം ഇതിങ്ങനെ മുൻപോട്ട് തുടർന്നു പോകുമ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപത്തോടുള്ള ആ ഒരു അപ്രോച്ച് മാറ്റണം. ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളോടും സുഖത്തോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുമുള്ള അപ്രോച്ച് നമ്മൾ മാറ്റണം. ഇത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകനായ യെഹെസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ കുറച്ചുകൂടെ വിശദമായ വിവരണമാണ് ഇന്ന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ വിവരിച്ചിട്ടില്ല. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞെട്ടലോടുകൂടെ മാത്രമേ നമുക്ക് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. യഹോവയാം ദൈവം പ്രവാചകനായ യെഹെസ്കേലിനോട് പറഞ്ഞു, ഞാൻ നഗരത്തിൽ ന്യായവിധി അയക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് 6 പേര് കയ്യിൽ വെൺമഴു ഏന്തിക്കൊണ്ട് കൊല്ലാനായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ശണവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പുരുഷൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഭാഗം താഴോട്ട് കാണുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇവർ നഗരത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് നഗരത്തിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ 4-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ പറ്റത്തില്ല. 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക. ശ്രദ്ധിക്കുക, എന്താണ് ദൈവം ഇവിടെ പറഞ്ഞത്? പാപം കണ്ടിട്ട് കരയുന്നവരെ നീ മാറ്റി നിർത്തുക, അവരെ മാർക്ക് ചെയ്യുക, അവരെ സെപ്പറേറ്റ് ആക്കുക, അവരെ ന്യായവിധിയിൽ നിന്ന് ഒഴിച്ചുവിടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ ശണവസ്ത്രം ധരിച്ച പുരുഷൻ അവിടോട്ട് പോയപ്പോൾ ഇതാദ്യം തുടങ്ങിയത് എവിടുന്നാണെന്നറിയാമോ? പട്ടണത്തിൽ നിന്നല്ല. യഹോവയാം ദൈവം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. 6-ാമത്തെ വാക്യം, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തുടങ്ങുക. അപ്പം നമ്മളൊന്ന് നോക്കണേ, എത്ര ഭയാനകമായ കാര്യമാണ്. ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മന്ദിരത്തിന്റെ അകത്തുനിന്ന് തുടങ്ങാൻ പറഞ്ഞു. അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാം മൂപ്പന്മാരാണ്. മൂപ്പന്മാരാരാണ്? സ്പിരിച്വൽ ലീഡേഴ്സാണ്, ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഭയാനകമായ കാര്യം, ഈ യെഹെസ്കേൽ അല്ലാതെ മറ്റാരും ശേഷിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് ചെയ്തതിൽ ഉൾപ്പെട്ടത് യെഹെസ്കേൽ മാത്രമേ ഉള്ളൂ, മറ്റാരും അവിടെ ഇല്ല. 8-ാമത്തെ വാക്യം, അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു, ഞാൻ കവിട് വീണു, അയ്യോ കർത്താവേ, ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെയൊക്കെ നീ സംഹരിക്കുമോ? അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ലീഡർഷിപ്പ് പൊസിഷനിൽ നിൽക്കുന്നവർ പോലും മ്ലേച്ഛത കണ്ട് സന്തോഷിക്കുകയാണ്, കരയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സത്യമല്ലേ? ഞാനടക്കമുള്ള ആത്മീക നേതാക്കന്മാർ അല്ലെ മുൻനിരയിൽ നിൽക്കുന്നവർ പോലും പലപ്പോഴും പാപത്തെക്കുറിച്ച് അവർ പറയുന്നില്ല. പറയാത്തതിൻ്റെ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ പോയിട്ട് ശക്തമായി ദൈവം ഈ വചനം ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനൊക്കെ രൂപാന്തരം ഉണ്ടായി. പലരും വന്ന് എന്നോട് പേഴ്സണലി സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ 1-2 പേര് വന്നിട്ട് എന്നോട് പറയുക, ദൈവദാസനെ, ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല, പ്രസംഗിക്കാൻ പേടിയാണ് ആൾക്കാർക്ക്. കാരണം എന്താ? പാപത്തെ അയച്ചു വിടുകയാണ്.
അഹറോൻ ജനത്തെ കെട്ടഴിച്ചവരായി വിട്ടതുപോലെ അഴിച്ചുവിടുകയാണ്. എന്തുമാകാം ഏതുമാകാം എന്നുള്ള നിലയിലേക്ക് പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാപം ചെയ്യും തോറും ദൈവം സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. പാപികളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ പാപത്തെ ദൈവം സ്നേഹിക്കുന്നില്ല. രൂപാന്തരം ഉണ്ടാകണം. പാപത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ മീഡിയയിൽ പലതരത്തിലുള്ള എന്താ പറയുന്നത് മ്ലേച്ഛതകൾ കാണുമ്പോൾ എൻ്റെ ദൈവമക്കളെ കണ്ണുനീരോടെ ദൈവത്തോട് നിലവിളിക്കണം. കൊള്ളാം, ആസ്വദിക്കാൻ കൊള്ളാമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ യഹസ്കേലിൻ്റെ കാലത്ത് നടന്ന കാര്യം ഇന്നും പരിശുദ്ധാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിൻ്റെ മ്ലേച്ഛതകൾക്ക് വേണ്ടി തലമുറകൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഹോമോസെക്ച്വാലിറ്റിയും എന്താ പറയുന്നത് കുടുംബ ബന്ധത്തിൻ്റെ അകത്ത് ദൈവം വെച്ച പരിഭാവനതകളുമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടമുള്ള വഴിയിൽ ബോധിച്ച വഴിയിൽ ആളുകൾ ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ എല്ലാം ആസ്വദിക്കാനുള്ളതാണ്, എല്ലാം അനുഭവിക്കാനുള്ളതാണ്, എല്ലാം ആസ്വദിക്കണമെന്നൊക്കെയുള്ള മൈത്രേയനെ പോലെയുള്ളവരുടെ പഠിപ്പീരുകൾ ഇന്നത്തെ തലമുറയുടെ തലയ്ക്കകത്തേക്ക് പിശാച് കുത്തി നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ നിർമ്മലതയും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് മ്ലേച്ഛതകൾ കണ്ട് കരയുന്നവർ, ആ കരയുന്നവരെ നീ മാർക്ക് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ഞാൻ അവിടെ നിന്ന് മുൻപോട്ട് പോകട്ടെ. പ്രാരംഭത്തിൽ നമ്മൾ പറഞ്ഞ വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ദൈവത്തിൻ്റെ കണ്ണുകളെ കുറിച്ച് പറയുന്നത്, അതെ, അകൃത്യം കാണുമ്പോൾ, പാപം കാണുമ്പോൾ കാണാൻ പറ്റാത്ത കണ്ണുള്ള നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് ദൈവം. ഇതേ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. തെറ്റുകൾ ആർക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. തെറ്റുകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്യപാനമോ വ്യഭിചാരമോ പോലെയുള്ള തെറ്റുകളല്ല. അനുദിന ജീവിതത്തിൻ്റെ അകത്ത് നോട്ടത്തിലൊക്കെ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. തെറ്റിനെ തെറ്റായിട്ട് കാണണം. നമ്മുടെ കുറ്റം ദൈവസന്നിധിയിൽ അംഗീകരിക്കാൻ തയ്യാറാകണം. മനസ്സിലായോ? ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ കിട്ടും. അപ്പം കർത്താവെ, ഞാനൊരു തെറ്റുകാരനാണ്, പറ്റിപ്പോയി, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കരുത്. അത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നീതീകരിക്കരുത്. ഈ ഒരു മനോഭാവമാണ് പാപത്തിൻ്റെ നേർക്ക് നമുക്ക് ഉണ്ടാകേണ്ടുന്നത്. യൂദായുടെ ലേഖനത്തിലെ ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. യൂദായുടെ ലേഖനം 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും ദൈവത്തിന് സ്തോത്രം പകച്ചുകൊണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഹേറ്റിംഗ് ഈവൻ ദ ഗാർമെന്റ്സ് പൊല്യൂട്ടഡ് ബൈ ദ ഫ്ലഷ്. ജഡം കൊണ്ട് കറ പിടിച്ച അങ്കി, പൊല്യൂട്ടഡ് ബൈ ദ ഫ്ലഷ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ അങ്കികളൊക്കെ പലപ്പോഴും കറ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ജീവിതത്തിൻ്റെ അങ്കി ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, വിശുദ്ധ വസ്ത്രാലങ്കാരം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കറയും ചുളുക്കവും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ പകയ്ക്കണം, ഹെയ്റ്റ് ചെയ്യണം, വെറുക്കണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. യോസഫിൻ്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു പോയി പുത്തിഫറിന്റെ വീട്ടിൽ. പുത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണ് യോസഫിന്റെ മേൽ പതിഞ്ഞു. രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. രണ്ട് വ്യക്തികൾ, രണ്ട് സ്വഭാവം, രണ്ട് മനോഭാവം. ഇത് രണ്ടും എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഒന്ന് യോസഫ്, രണ്ട് പുത്തിഫറിന്റെ ഭാര്യ. അവളുടെ കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. കണ്ടോ, കണ്ണിലൂടെയുള്ള പാപം. യോസഫിനെ നോക്കിക്കേ, യോസഫിന്റെ വസ്ത്രം തനിക്ക് നഷ്ടപ്പെട്ടു. ദിനംപ്രതി നിർബന്ധിച്ചു, പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം എന്താ? യോസഫിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ ദൈവത്തോട് മഹാദോഷം പ്രവർത്തിക്കാൻ ഇടയാകരുത്. നീ മറ്റൊരുത്തന്റെ ഭാര്യയാണ്, നീ മറ്റൊരുത്തന്റെ ഭാര്യയല്ലേ? എന്നെ ഈ വീട്ടിലെ ഏറ്റവും പരമോന്നത പദവിയിലാക്കിയിരിക്കുമ്പോൾ ഞാനിത് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്യുന്നത് എൻ്റെ ദൈവത്തോടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് പാപം ചെയ്യുന്നവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയും. യോസഫിന് ലോകപ്രകാരമുള്ള അങ്കി നഷ്ടപ്പെട്ടു, പക്ഷെ അവൻ്റെ ജീവിത വിശുദ്ധി എന്ന അങ്കി നഷ്ടപ്പെട്ടു പോയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തോട് നമുക്കുണ്ടാകേണ്ടുന്ന മനോഭാവം ഇതേ മനോഭാവം തന്നെയാണ്. യഹോവ ഭക്തന്മാരായുള്ളവരെ ദോഷത്തെ വെറുക്കുകയും, ദൈവഭക്തന്മാരായ നമ്മൾ ദോഷത്തെ വെറുക്കുക. പാപത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഹൃദയവിശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗം, നാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, കണ്ണിനെക്കുറിച്ച് ചിന്തിച്ചു. ഹൃദയവിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. പാപത്തെ ജയിക്കാനുള്ള വഴികളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആമേൻ. ഗോഡ് ബ്ലസ് യു.